ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. അതായത് ജർമ്മനിയിലേക്ക് വരുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരും, ജർമ്മനിയിൽ വന്നതിന് ശേഷം നമ്മൾ എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങളുണ്ട്. അതായത് വരുന്നതിന് മുമ്പും വരുന്നതിന് ശേഷവും. അപ്പോൾ ഈ ഒരു 12 കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജർമ്മനിയിലെ നമ്മളുടെ ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് വരുവാനായിട്ടുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ഒരു 4 കാര്യത്തിൽ ഞാൻ പേഴ്സണലി മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ഒരു കാരണവശാലും മറ്റുള്ളവർക്കും വരരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജർമ്മൻ ഫീൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ കാര്യം, ലേൺ ജർമ്മൻ. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഹൗസ് ബിൽഡിംഗ് കോഴ്സൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നവരാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജർമ്മൻ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതല്ലാതെ സ്പൗസ് വിസ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം കോഴ്സാണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് വിസിറ്റിന് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, ജർമ്മനിയിൽ ഇപ്പോഴും ഇംഗ്ലീഷ് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണെങ്കിൽ പോലും ഇപ്പോഴും ജർമ്മനിയിൽ മെയിൻ ആയിട്ടുള്ള സിറ്റീസിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ആ ഒരു ക്രൗഡ് നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു പോയേക്കാം. കാരണം അവർക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പറയാനായിട്ടുള്ള ഒരു സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ വർക്കിലാണെങ്കിലും കൊളീഗ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനായിട്ടാണെങ്കിലും നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എല്ലാത്തിനും ഈസി ആക്കുവാൻ വേണ്ടിയിട്ട് ജർമ്മൻ ആവശ്യമാണ്. A1 പോലെയുള്ള കോഴ്സുകൾ ഇപ്പോൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ജർമ്മൻ പഠിക്കാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ആയിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ജർമ്മൻ നിങ്ങൾ തീർച്ചയായിട്ടും ജർമ്മനിയിലേക്ക് വരുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്മിറ്റ് യുവർ വിസ, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഡേറ്റിനേക്കാളും അറ്റ്ലീസ്റ്റ് 3 മാസം മുമ്പ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിടാം. ഇതാണ് പ്രോപ്പർ ടൈം. ഇൻ കേസ് എന്തെങ്കിലും റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള ടൈം തീർച്ചയായിട്ടും ഈ ഒരു 3 മാസം മുമ്പ് വരുന്നതിനേക്കാളും മുമ്പ് വിസ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട്. ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ N26 പോലെയുള്ള ബാങ്കുകൾ ജർമ്മനിയിൽ അവൈലബിൾ ആണ്. അതായത് പല ലാംഗ്വേജിൽ നമ്മൾക്ക് ഈസി ആയിട്ട് പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ ജർമ്മനിയിൽ ഒരു ലോങ് ടേം സ്റ്റേ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ജർമ്മനിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പോപ്പുലർ ബാങ്ക്സിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഫോൾക്സ് ബാങ്ക്, കൊമേഴ്സ് ബാങ്ക്, സ്പാർക്കാസോ ഇതേപോലുള്ള ബാങ്കുകൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഇതിന് കാരണം നിങ്ങളുടെ ട്രാൻസാക്ഷൻസ്, വർഷങ്ങളോളം നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ഷൂഫ എന്നൊക്കെ പറയും, ഈ ഒരു സംഭവം പോസിറ്റീവിലേക്ക് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബാങ്കിൻ്റെ തന്നെ ക്രെഡിറ്റ് കാർഡിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ലോണോ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആ ഒരു ഇത്രയും നാളത്തെ ആ ക്രെഡിറ്റ് സ്കോർ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കുകൾ നിങ്ങൾക്ക് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുന്നിടത്ത് ഇവിടെ പേഴ്സണൽ ലോൺ മാക്സിമം ഇൻ ബിറ്റ്വീൻ 7% to 11.5% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. നാട്ടിൽ പേഴ്സണൽ ലോൺ ഞാൻ അന്വേഷിച്ചപ്പോൾ 12% ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ജർമ്മനിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബാങ്ക്സിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഫോൺ പ്ലാൻ. അതായത് നിങ്ങൾക്ക് ഇന്നിവിടെ വന്നിട്ട് ജർമ്മനിയിൽ ഒരു ഫോൺ പ്ലാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ യൂഷ്വലി നിങ്ങൾ ചെല്ലാൻ നേരത്ത് ഒരു മൊബൈൽ കോൺട്രാക്റ്റും കൂടി അതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തി തരും. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ട് ഒരു ഫോൺ കോൺട്രാക്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി എടുക്കരുത്, കാരണം ഇതൊരു ലോങ് ടേം ട്രാപ്പാണ്. നാലാമത്തെ കാര്യം, ഫൈൻഡിങ് എ പ്ലേസ് ടു ലിവ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ നിങ്ങളുടെ സാലറിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻകത്തിൻ്റെ എക്സ്പെൻസസിൽ ഒരു വലിയൊരു പാർട്ട് പോകുന്നത് റെൻ്റ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും ഒരു അപ്പാർട്ട്മെൻറ്റോ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റെൻ്റൽ എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസോ നിങ്ങൾ നോക്കിയതിന് ശേഷം അങ്ങോട്ട് മാറാനായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് യൂഷ്വലി പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ടിട്ട് ഒരുപാട് പേര് ഹൈ റെൻറ്റ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് വന്നതിന് ശേഷം ആ ഒരു പിന്നീട് മാറാനായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് വിട്ടുകളയും. കുറച്ച് ഇത്ര പൈസയിലുള്ള കൂടുതലുള്ള സ്ട്രെസ് അല്ലേ ആലോചിച്ചുകൊണ്ടിട്ട് ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ബെറ്റർ റേറ്റ്സ് ഓഫ് റെന്റ്, ഈ ഒരു സംഭവം നോക്കിക്കൊണ്ടേയിരിക്കുക. എത്രയും പെട്ടെന്ന് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നോട്ടീസ് പീരീഡ് നോക്കി വെച്ചതിന് ശേഷം നല്ലൊരു എഫോർഡബിൾ ആയിട്ടുള്ള റെന്റൽ ഹോമിലേക്ക് നിങ്ങൾ മാറുക. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ. അതായത് നിങ്ങൾ വന്നിറങ്ങിയതിന് ശേഷം നിങ്ങൾ തൊട്ടടുത്തുള്ള റാത്ത് ഹൗസ്, ടൗൺ ഹാൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു കാരണവശാലും മറക്കരുത്. ഏഴാമത്തെ കാര്യം,
സൈനിങ് അപ്പ് ഫോർ ഇൻഷുറൻസ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഉള്ള ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ട്രാവൽ ഇൻഷുറൻസ് പോലെയുള്ള ഇൻഷുറൻസ് ആണ്. നിങ്ങൾ ജർമ്മനിയിൽ വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ മസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പ്രൈവറ്റ് ഇൻഷുറൻസിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വരുന്ന സ്റ്റേറ്റിന്റെ ആ ഒരു സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പബ്ലിക് ഇൻഷുറൻസ് എടുക്കുക. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗെറ്റിംഗ് യുവർ പേപ്പർ വർക്ക്സ് ഇൻ ഓർഡർ. അതായത് എനിക്ക് ഹൗസ് ബിൽഡിംഗ് വിസയിൽ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് 3 മാസത്തേക്കുള്ള ാണ് സംഭവിച്ചത്. എന്റെ പേഴ്സണൽ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനിത് റിന്യൂ ചെയ്യാൻ വേണ്ടി മറന്നുപോയി. എന്റെ വിസ എക്സ്പയർ ആകുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഞാനിത് ഓർത്തത്. എന്റെ വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ ഞാൻ വന്നത് ഒരു ചെറിയൊരു സ്റ്റേറ്റിലെ ചെറിയൊരു ലൊക്കാലിറ്റി, ചെറിയൊരു അധികം ഫോറസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടി. എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഫൈൻ കൊടുക്കേണ്ടി വന്നാൽ ഇല്ലീഗൽ സ്റ്റേ ഇങ്ങനെയുള്ള റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആണ് ഇവിടെ. അപ്പോൾ വരുമ്പോൾ തന്നെ നിങ്ങളുടെ വിസ പേപ്പേഴ്സ് എല്ലാം ഓർഡറിലാക്കുക. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈൻഡിങ് എ ജോബ്. നിങ്ങൾ ഹൗസ് ബിൽഡിംഗിൽ വന്നവരാണെങ്കിൽ ശരി, സ്പൗസ് വിസയിൽ വന്നവരാണെന്നുണ്ടെങ്കിലും ശരി, സ്റ്റുഡന്റ് വിസയിൽ വന്നവരാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ് ഡിപ്പെൻസ് ഓൺ യുവർ വിസ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോബ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ വിസ റിക്വയർമെന്റ്സിൽ എഴുതിയിട്ടുണ്ടാവണം എത്ര മണിക്കൂർ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഹൗസ് ആൻഡ് ബെഹോഡിലേക്ക് ചെന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർമിഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ക്ലിയർ ആക്കുക. എത്ര മണിക്കൂർ വർക്ക് ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആക്കുക. അതിനുശേഷം ജോബ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാനായിട്ട് ബുണ്ടസ്സാഗന്റ് ഓഫ് ആർബൈറ്റ്, ഇത് നമ്മളെ ഒരു ജോബ് സംഭവത്തിന്റെ ജർമ്മനിയുടെ ഫുള്ള് സ്റ്റാറ്റിസ്റ്റിക്സ് കൺട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ജോബ് മാർക്കറ്റിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒഫീഷ്യൽ ഗവൺമെന്റ് ബോഡിയാണ്. ഈ ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽസിനനുസരിച്ചിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ. ഫ്രീയുമാണ്. നിങ്ങളുടെ സ്കിൽസ് ഒരു പക്ഷേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇവിടെ റെക്കഗ്നൈസ് ചെയ്തേക്കാം. അതുവഴി നല്ലൊരു സാലറി നിങ്ങൾക്ക് കിട്ടിയേക്കാം. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് ആണ്. അതായത് നമ്മുടെ നാട്ടിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ KCB ആണ് നമുക്ക് ഇലക്ട്രിസിറ്റി തരുന്നത്. ഇവിടെ അതേപോലെ ഒരു ബോഡി ഉണ്ട്. പക്ഷെ അതിനുശേഷം പ്രൈവറ്റ് ആയിട്ടുള്ള കുറെ പാർട്ടീസ് വരും. അതായത് ഈ ഇലക്ട്രിസിറ്റി അവർ മേടിച്ചതിന് ശേഷം അവർക്ക് ഒരു ബെറ്റർ റേറ്റിൽ നമ്മൾക്ക് തരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുള്ള ഒരു ഹൗസ് ഹോൾഡ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ എന്തോരം ഇലക്ട്രോണിക് ഡിവൈസസ് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏകദേശം ഒരു മന്ത്ലി പേയ്മെന്റ് നമുക്ക് തരും. ഇത്ര വെച്ചിട്ട് മാസം അടക്കണം. ഈ ഒരു റേറ്റ് ഇത്ര കിലോ വാട്ടിന് ഇലക്ട്രിസിറ്റിക്ക് പല പ്രൊവൈഡേഴ്സും പല റേറ്റ് ആണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഓൾറെഡി ലാൻഡ് ലോഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം റിസർച്ച് ചെയ്തതിന് ശേഷം ബെനിഫിറ്റ്സ് ഉള്ള ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് 4 ആഴ്ചത്തെ നോട്ടീസ് പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് മാറ്റിയതിന് ശേഷം പുതിയൊരു കോൺട്രാക്റ്റിലേക്ക് മാറാവുന്നതാണ്. ഇതിൽ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. പുതിയ കമ്പനീസ് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. ഈ ഇടക്ക് കഴിഞ്ഞ മാസം ഒരു ഇലക്ട്രിസിറ്റി പ്രൊവൈഡർ PlayStation 5 അതൊരു ഗെയിമിംഗ് കൺസോൾ ആണ്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുകയുണ്ടായി എല്ലാവർക്കും ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് വരുന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊവൈഡർ കൊടുത്തത് ആദ്യത്തെ 6 മാസം ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി. പക്ഷെ അതിനുശേഷം 5 വർഷത്തെ ഒരു കോൺട്രാക്റ്റും അവരോടൊപ്പം സൈൻ ചെയ്യണം, ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇതെങ്ങനെ ബെനിഫിറ്റ് ആണോ അല്ലെങ്കിൽ നഷ്ടമാണോ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഇലക്ട്രിസിറ്റി കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 12ാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാവലിംഗ് ടിക്കറ്റ്. അതായത് നമ്മുടെ ജർമ്മനിയിൽ ഇപ്പോൾ ഡോച്ച്ലാൻഡ് കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉണ്ട്. അതായത് 58 യൂറോ എന്തോ ആണ് അതിന്റെ ചെലവ്. നിങ്ങൾക്ക് ജർമ്മനിയിൽ മൊത്തം റീജിയണൽ ട്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യാം ഈ ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ വരുമ്പോൾ തന്നെ ചാടിക്കറി എടുക്കാതെ നിങ്ങളുടെ വിസ അനുസരിച്ച് ആലോചിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഹൗസ് ബിൽഡിങ്ങിന് വരുന്നവരാണോ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു FSC ചെയ്യുന്നവരാണ്. ചില യൂണിവേഴ്സിറ്റീസ് അവരുടെ യൂണിവേഴ്സിറ്റി പാക്കേജിന്റെ ആ പാക്കേജിന്റെ ഭാഗമായിട്ട് ട്രാവലിംഗ് കാർഡ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചില ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ചില എംപ്ലോയീസ് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. FSC ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക റേറ്റ് ഉണ്ട്. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൾറെഡി സ്റ്റുഡന്റ് വിസയിലാണ്, ഒരു പർട്ടിക്കുലർ ഏജിലാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഗവൺമെന്റ് തന്നെ ഒരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ടിലാണ് ഈ ഒരു കാർഡ് കൊടുക്കുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ ഡോച്ച്ലാൻഡ് കാർഡ് എനിക്കെല്ലാം അറിയാം ഓടിച്ചെന്ന് എടുക്കാതെ നിങ്ങൾ ഓൺലൈൻ ചെയ്യാതെ നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ഇതേപോലെയുള്ള നിങ്ങളുടെ ഒരു ഏരിയയുടെ ഒരു ട്രാവലിംഗ് കാർഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ടാവും. അത് നിങ്ങളുടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചതിന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഓഫീസിൽ ചെന്ന് നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ പറഞ്ഞതിന് ശേഷം അവർ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻസ് റെക്കമെൻഡ് ചെയ്തു തരുന്നതാണ്. ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ലാഭിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 2 വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ജർമ്മനിയിലേക്ക് വരുവാനായിട്ടുള്ള ഒരു അംബിഷൻ ഉണ്ട്, സീരിയസ് ആയിട്ട് എഫോർട്ട് ഇടുന്ന ഒരാളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെ അറിയണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ എഴുതി അറിയിക്കുക. ഞാൻ കഴിയുന്നതും ചെയ്യാൻ നോക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യവും കൂടി, നേരത്തെയുള്ള വീഡിയോസിന്റെ കമന്റ്സിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചും IT ഇൻഫോർമാറ്റിക് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചും ഈ ഒരു ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മലയാളിയെ തന്നെ വേണം
എന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.